അപ്പോൾ കണ്ണൂരത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്കും ഗുണകരമാകുക ഗോവിന്ദൻ്റെ ഭാര്യ തോറ്റാലാണ്. UDFൻ്റെ വോട്ടും ഭരണവിരുദ്ധതയുടെ വോട്ടും പിണറായി വിരുദ്ധതയുടെ വോട്ടും ഒക്കെ നോക്കുമ്പോൾ സുധാകരൻ ഇവിടുന്ന് ജയിക്കുക മാത്രമല്ല, സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് സുധാകരൻ ജയിക്കുന്ന ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാം. അതായത് കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ ഗോവിന്ദനെതിരായിട്ടുള്ള എതിർപ്പ് വളരെ ശക്തമാണ്. അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന EP ജയരാജനാണ്. P ജയരാജന് ഗോവിന്ദനോട് പ്രശ്നമുണ്ട്. KK ശൈലജയ്ക്ക് ഗോവിന്ദനോട് പ്രശ്നമുണ്ട്. നമസ്കാരം. നാളെ ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ കേരള ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണകൂടത്തിന് തുടർഭരണം കിട്ടിയതിനു ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഉറ്റുനോക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന 3 മണ്ഡലങ്ങളുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, അമ്പലപ്പുഴ. ഈ 3 ഇടങ്ങളിലും CPM-ൽ നിന്ന് പുറത്തു വന്ന നേതാക്കളാണ് സ്വതന്ത്രരായി മത്സരിക്കുന്നത്. എങ്ങനെ അവരുടെ ജയതോൽവികളെ ഇത് ബാധിക്കും? ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഒരു സംഭവമാണ് ഈ 3 CPM വിമതന്മാരുടെ മത്സരം. CPM വിമതന്മാർ പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇപ്പോൾ KK രമ എന്നൊക്കെ പറഞ്ഞാൽ KK രമ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടാണ്. CPM-ൽ നിന്ന് പുറത്തു വന്നവർ UDF സ്വതന്ത്രന്മാരായി മത്സരിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതിൽ തന്നെ 2 പേര് CPM-ൻ്റെ ഉറച്ച കോട്ടയിൽ കണ്ണൂരിൽ ആണ് മത്സരം. കണ്ണൂരിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമാണ്, ഒരുപാട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉറച്ച കോട്ടയിൽ നിന്നാണെന്ന് മാത്രമല്ല, ആ കണ്ണൂരിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉറച്ച കോട്ടകളിൽ നിന്നാണ് ഇവർ മത്സരിക്കുന്നത്. ഒരാൾ പയ്യന്നൂരിൽ നിന്നും ഒരാൾ തളിപ്പറമ്പിൽ നിന്നും. കാരണം കണ്ണൂർ CPM-ൻ്റെ ഉറച്ച കോട്ടയല്ലാത്ത മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണൂർ നിയമസഭാ മണ്ഡലം, ഇരിക്കൂർ, പേരാവൂർ, അതൊന്നും CPM-ൻ്റെ ഉറച്ച കോട്ടകളല്ല. ഈവൻ തലശ്ശേരി പോലും പയ്യന്നൂർ, പിന്നെ മട്ടന്നൂർ, ധർമ്മടം പോലുള്ള മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അത്രയും ഉറച്ചതല്ല. അവിടെയും CPM ആണ് ചെയ്തത്. പക്ഷേ CPM-ൻ്റെ ഏറ്റവും ഉറച്ച കോട്ടകളിലാണ് പയ്യന്നൂരും തളിപ്പറമ്പും. അവിടെയാണ് 2 വിമതന്മാർ കണ്ണൂരിലുള്ളത്. പിന്നെ ഇപ്പുറത്ത് ആലപ്പുഴ, അമ്പലപ്പുഴയിൽ G സുധാകരൻ. അപ്പോൾ നമ്മൾ ഈ CPM വിമതന്മാരുടെ മത്സരം നമ്മളൊന്ന് നോക്കുക. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതെ, ഈ 2 മണ്ഡലങ്ങളിലും പിന്നെ CPM വിമതന്മാർ ജയിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ CPM നിലനിർത്തിയിരുന്ന ഒരു 50 വർഷത്തെ അപ്രമാദിത്വം തകരും. തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ തോൽക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് ഈ 2 മണ്ഡലങ്ങളിലും CPM-ന് പരാജയമുണ്ടായത്. അപ്പം ആ നിലയിലുള്ള കടുത്ത മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, V കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ പിന്നെ ധനരാജ് രക്തസാക്ഷി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നകത്ത് കുഞ്ഞികൃഷ്ണൻ പോരാടി അതിന് ഫലം കണ്ടില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും പരസ്യ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി. കുഞ്ഞികൃഷ്ണൻ അണികളെ നേതൃത്വം തിരുത്തണം എന്നുള്ള പുസ്തകം എഴുതിയതെല്ലാം നമ്മൾ കണ്ടു. പുറത്തു നിന്നും കുഞ്ഞികൃഷ്ണൻ പോരാട്ടം തുടങ്ങി. ആ പോരാട്ടത്തിനിടയിലാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച പിന്നെ TI മധുസൂദനെ CPM സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ അതിനെതിരായി തെരഞ്ഞെടുക്കും. നേരത്തെ തന്നെ പറഞ്ഞതാണ്. തുടർന്ന് നമ്മൾ കണ്ടു, TI മധുസൂദനെ തന്നെ പയ്യന്നൂർ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴത്തേക്ക് കുഞ്ഞികൃഷ്ണൻ തൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചു. UDF RSPക്ക് ആ സീറ്റ് കൊടുത്തു. RSP കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടമായി പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കാരണം 965 മുതൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും 93,000 വോട്ട് നേടിയ CPM-ൻ്റെ ഒരു ഉറച്ച പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ. അപ്പോൾ അവിടെ കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് CPM-ന് ആശങ്കയില്ലാതിരുന്നു ഞാൻ പറയുന്നില്ല, ചെറിയ ആശങ്കകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറി തുടങ്ങിയതോടുകൂടി CPM-ന് ആശങ്കയും അങ്കലാപ്പും വലിയ വർദ്ധിച്ചു. നമുക്കറിയാം, കുഞ്ഞികൃഷ്ണൻ അവിടെ പുസ്തക പ്രകാശനം നടത്തിയപ്പോൾ തന്നെ 12,000 ആളുകൾ അവിടെ കൂടി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്ഥലത്തൊക്കെ ആൾക്കാരങ്ങ് തടിച്ചു കൂടുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ വരുന്നു. അതെ, അദ്ദേഹത്തിന് കൺവെൻഷൻ തന്നെ ഒരു 10,000 പേരുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് BN ഹസ്കർ. അത് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പിന്തുടരുന്നവർ, അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നവർ, അതൊക്കെ വളരെ കൂടി വരികയാണ്. സമൂഹ മാധ്യമത്തിൽ അയാൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്ന് മാത്രമല്ല, അവിടെ ഞാൻ കണ്ട ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, ഈ CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പ്രചരണവും കുഞ്ഞികൃഷ്ണൻ്റെ പ്രചരണവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ പിൻബലത്തോടുകൂടിയുള്ള TM മസൂദൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ വലിയ പണക്കൊഴുപ്പ്, പണത്തിൻ്റെ പൊളപ്പ്, അതിൽ അധിഷ്ഠിതമാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ നമ്മളെപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? ഒരു ഖദർ ഷർട്ട് കൊടുത്ത് ഒരു ഖദർ ഷർട്ട് വിട്ട് ഒരു മുണ്ട് കൊടുത്ത് 2-3 പേരുടെ കൂട്ടത്തിൽ പോയി സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അവരോട് വോട്ട് ചോദിച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് പോകുന്നതാണ് കുഞ്ഞികൃഷ്ണൻ്റെ കാണുന്നത്. മറ്റത് അങ്ങനെയല്ല. മറ്റതൊരു വലിയ പണക്കൊഴുപ്പുള്ള ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ യോഗങ്ങളും ആയിരക്കണക്കിന് ആളുകളെ വെച്ചും ഒക്കെ ഉള്ള സാധനം. അപ്പോൾ ഈ ഒരു താരതമ്യം അവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തോട് വരികയും UDF-കാരും സജീവമാകുകയും ചെയ്തതോടുകൂടി അവിടെ മുസ്ലിം ലീഗിനൊക്കെ വലിയ സ്വാധീനമുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. വന്നതോടുകൂടി അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ മുന്നേറിയതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടക്കത്തിൽ തന്നെ CPM-ന്റെ അണികളുടെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അയാൾ രംഗത്ത് വന്നത്. അതിപ്പോൾ വലിയ തോതിൽ ആ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. CPM-നകത്തുനിന്ന് വലിയ തോതിൽ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കാണാൻ. 2, ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഈ TI മസൂദിനും സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ 2 തവണയായിട്ട് അയാൾ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ CPM-നെ വലിയ തോതിൽ ബാധിച്ചു. അത് മാത്രമല്ല, അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലെ പൂച്ചട്ടി അടിച്ചു പൊട്ടിക്കുക, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പാർട്ടി ഓഫീസ് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ്. അപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലെത്താവുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ CPM-നകത്തുനിന്ന് വലിയ തോതിൽ വോട്ട് കിട്ടാനുള്ള സാധ്യത, അതുപോലെ തന്നെ UDF-ന്റെ മൊത്തം വോട്ടും ഒറ്റക്കെട്ടായി കിട്ടാനുള്ള സാധ്യത, CPM നേതൃത്വം അഴിമതിയിൽ മുങ്ങിക്കുടക്കുന്നുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം, കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്ന് വിജയിച്ചാലും അത്ഭുതമില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തേണ്ടി വരും. ഇനി നമ്മൾ തളിപ്പറമ്പിലേക്ക് വന്നാൽ, തളിപ്പറമ്പും ഈ പറഞ്ഞതുപോലെ CPM-ന്റെ ഒരു ഉറച്ച കോട്ടയാണ്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ CPM-ന്റെ ഭൂരിപക്ഷം 40,000-ൽ 20,000 കുറഞ്ഞു കൂടി നമ്മൾ കാണും. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടാണ് CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും സമുന്നതനായ നേതാവും ജില്ലാ സെക്രട്ടറിയും മുറായിട്ടുള്ള TK പുറത്തേക്ക് വന്നത്. മനസ്സിലായി. അപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം TM മസൂദിൻ്റെ അഴിമതിയാണ്. അതെ. പക്ഷേ തളിപ്പറമ്പിൽ വരുമ്പോൾ അവിടെ നിർത്തിയ സ്ഥാനാർത്ഥിയോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് 10-60 വർഷമായി CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആണ് പാർട്ടിയിൽ നിന്ന് വിട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടത്, CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് തുല്യമാണ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനമാണ്. അപ്പം അത്രയ്ക്ക് പവർഫുള്ളാണ്. പവർഫുൾ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്ന് അവിടെ മത്സരിക്കുന്നു. അയാൾക്കും UDF-ന്റെ പിന്തുണ അവിടെ കിട്ടുന്നു. യഥാർത്ഥത്തിൽ പയ്യന്നൂരിനേക്കാൾ ശക്തമായി UDF ഉള്ള ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഭൂരിപക്ഷം 20,000 കുറയ്ക്കാം. അപ്പം അവിടെ TK എന്നുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, UDF ഒറ്റക്കെട്ടായി അയാളുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനുള്ള ആ ഒരു പിന്തുണയുണ്ടല്ലോ പാർട്ടിക്കകത്തുനിന്ന്, അത് കുഞ്ഞികൃഷ്ണൻ എത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ CPM-നകത്തുനിന്ന് TK കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അല്ല, അത് മാത്രമല്ല, ഈ PK ശ്യാമള വളരെ വ്യാപകമായ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ അവരുടെ ഒരു ചിത്രങ്ങളും പ്രചരണ ചിത്രങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊക്കെ കിട്ടുന്ന ലൈക്കുകളും കമൻറ്റുകളും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അവരുടെ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ നെഗറ്റീവായിട്ടുള്ളത്. ലൈക്കുകളും വളരെ കുറവാണ്. അതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ MP ഗോവിന്ദൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അയാൾ പാർട്ടി സെക്രട്ടറിയാണ്. 12 മണിക്കൂർ കൊണ്ട് 534 പേരോ എന്തോ മറ്റൊന്നത് കണ്ടിട്ടുള്ളത്. അതേസമയം കുഞ്ഞികൃഷ്ണൻ്റെ അങ്ങനെയല്ല, 4,000, 5,000, 12,000 ഈ കണക്കിന് പോവാണ്. അപ്പോൾ അതത്രയും ആൾക്കാർ ഇദ്ദേഹത്തെ പിന്തുടരുന്നു. മറ്റുള്ളവരെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. അതായത് തളിപ്പറമ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവിടെ നിർത്തിയിരിക്കുക.
ഇനി പി കെ ശ്യാമളെ കുറിച്ച് തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പാറയിൽ സാധനം ഉൾപ്പെടെയുള്ള ആന്തൂർ മരണത്തെ കുറിച്ചുള്ളത് ഇപ്പോൾ വളരെ അധികം ചർച്ചയായ ഒരു വിഷയമാണ്. അപ്പം അവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? അവിടെ നമ്മൾ കാണേണ്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണത വലിയ തോതിൽ ശക്തിപ്പെടുത്താൻ അത് സഹായിക്കും. അപ്പം കണ്ണൂരത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്കും ഗുണകരമാകുക ഗോവിന്ദൻ്റെ ഭാര്യ തോറ്റാലാണ്. അതെ, കാരണം ഗോവിന്ദൻ്റെ ഭാര്യ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി കൂടുതൽ ജീർണിക്കുകയുള്ളൂ. അത് മാത്രമല്ല, പ്രാദേശികമായി ഗോവിന്ദനും ശ്യാമളയ്ക്കും വളരെയധികം എതിർപ്പുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് താളിപ്പറമ്പ്. അത് മാത്രമല്ല, ഇവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പോലും ആദ്യം ആൾക്കാർ എത്താത്തൊരു അവസ്ഥയുണ്ടായി. ആ സമയത്താണ് ഗോവിന്ദൻ പുറത്തേക്ക് വരുന്നത്. പിന്നെ പാർട്ടിയും പാർട്ടി വഞ്ചകനും വർഗവഞ്ചകനും എന്നുള്ള നിലയിലേക്ക് ഈ കാര്യങ്ങളെ ചിത്രീകരിച്ചു. അതാണ് ഇവിടെ. അതിലുപരി വേറൊരു ഘടകം കൂടിയുള്ളൂ. അതായത് കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ ഗോവിന്ദനെതിരായിട്ടുള്ള എതിർപ്പ് വളരെ ശക്തമാണ്. അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന EP ജയരാജനാണ്. P ജയരാജന് ഗോവിന്ദനോട് പ്രശ്നമുണ്ട്, KK ശൈലജയ്ക്ക് ഗോവിന്ദനോട് പ്രശ്നമുണ്ട്, ജെയിംസ് മാത്യുവിനൊപ്പം ഉള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ വി കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ TK ഗോവിന്ദനും അവിടുന്ന് ജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ TK ഗോവിന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവാണ് TK ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് മനസ്സിലായി. അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത് തന്നെ പാർട്ടിയിലെ ഉന്നതരുടെ ഒരു ആശീർവാദത്തോടു കൂടിയാണെന്നുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അവരെല്ലാം നിശബ്ദമായി പാർട്ടിക്കകത്ത് നിന്ന് അയാളെ വൻതോതിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക്. ഒരുപക്ഷെ വി കുഞ്ഞികൃഷ്ണൻ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടി വോട്ടുകൾ TK ഗോവിന്ദന് കിട്ടാനുള്ള സാധ്യത. ആ പാർട്ടി വോട്ടുകളും UDF-ന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണയും പിന്നെ സർക്കാർ വിരുദ്ധത, പിണറായി വിരുദ്ധത, അതുപോലെ തന്നെ ഈ സാമുദായിക സമവാക്യം, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഗോവിന്ദനും ഒരു പക്ഷേ അവിടുന്ന് വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. അത് മാത്രമല്ല, അവിടെ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു പെട്രോൾ പമ്പ്, ആ പെട്രോൾ പമ്പ് ഗോവിന്ദന്റെ MP ഗോവിന്ദൻ്റെതാണെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ADM-ഉമായിട്ട് ഉണ്ടായിരുന്നുവെന്നും PP ദിവ്യ അതുകൊണ്ടാണ് അതിൽ ഇടപെട്ടതെന്നും PP ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ PK ശ്യാമള നേരിട്ട് പോയതിന്റെ പ്രധാന കാരണം അതാണെന്നുമൊക്കെ തളിപ്പറമ്പിലെ ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതുകൊണ്ട് കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും സാമാന്യം നല്ല സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമ്മൾ അമ്പലപ്പുഴയിലേക്ക് വന്നു എന്ന് വിചാരിക്കും. അമ്പലപ്പുഴ എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. അവിടെ മത്സരിക്കുന്ന G സുധാകരൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ ഏറ്റവും തലപ്പൊക്കമുള്ള CPM നേതാവാണ്. അവിടെയും സുധാകരൻ്റെ ജയസാധ്യത വളരെ കൂടുതലുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? സുധാകരൻ നടത്തുന്ന പ്രചരണത്തിൻ്റെ രീതി നമ്മൾ നോക്കണം. സുധാകരൻ തൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യാവസാനവും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് പൊതുമണ്ഡലത്തെയല്ല, CPM-ൻ്റെ അണികളെയാണ് അയാൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായി? അയാൾ CPM-ൻ്റെ ജീർണതയെക്കുറിച്ചും CPM-ൻ്റെ ആലപ്പുഴ ജില്ലയിലെ നേതാക്കന്മാരുടെ ജീർണതയെക്കുറിച്ചും പിണറായി വിജയനെതിരായിട്ടും വിജയരാഘവനെതിരായിട്ടുമൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങളാണ് അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അതേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ G സുധാകരനാണ് അവിടെ വികസന പ്രവർത്തനം നടത്തിയത് എന്നൊക്കെ ഉള്ള വാദം വന്നപ്പോൾ അത് G സുധാകരനാവുന്നത് എങ്ങനെയാണ്? അത് CPM ഇരുന്നപ്പോഴല്ലേ G സുധാകരൻ നടത്തിയത്? CPM ആയതുകൊണ്ടല്ലേ അത് നടത്താൻ പറ്റിയത്? CPM-ൻ്റെ കൂടെ ഒന്നുകൊണ്ടല്ലേ G സുധാകരൻ നടത്തിയതെന്ന് പറഞ്ഞ് ചോദ്യം വന്നപ്പോൾ അതിന് G സുധാകരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടൊരു പുസ്തകമുണ്ട്, റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൽ വ്യക്തിയുടെ സ്ഥാനം, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇവന്മാരാരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അപ്പം അവരങ്ങനെയാണ് പറയുന്നതെങ്കിൽ റഷ്യയിൽ ലെനിൻ ഇല്ലായിരുന്നെങ്കിലും വിപ്ലവം നടക്കും എന്നാണ് അവർ പറയുന്നത്. ചൈനയിൽ മാവോ ഇല്ലായിരുന്നെങ്കിലും അവിടെ ഇതുപോലുള്ള വിപ്ലവം നടക്കില്ലായിരുന്നാണോ അവർ പറയുന്നത്. അപ്പം അയാൾ എന്നിട്ട് പറഞ്ഞു അവർ ഈ പുസ്തകം വായിച്ചിട്ടില്ല, ഒരു പാർട്ടി അധികാരത്തിലിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, ഏത് വ്യക്തിയാണ് അത് നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് സുധാകരൻ. അതെനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഒരുപാട് LDF നേതാക്കന്മാർ ഇരുന്നിട്ടുണ്ട്, പക്ഷേ VS ഇരുന്നത് അതുപോലെ വേറെ ആർക്കും പറ്റിയിട്ടില്ല. VS പോലെ പല പ്രതിപക്ഷ നേതാക്കന്മാരും നേരത്തെ ഇരുന്നിട്ടുണ്ട്, പക്ഷേ VS-നെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. മനസ്സിലായി? മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നമ്മൾ VS-നെയാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടപ്പിലാക്കിയെന്നുള്ള നിലയിലാണ് അയാൾ അതിന് മറുപടി കൊടുത്തത്. മനസ്സിലായി? അപ്പോൾ അയാളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം CPM-ൻ്റെ അപജയം, CPM-ൻ്റെ ജീർണത, CPM-ൻ്റെ നേതാക്കന്മാരുടെ ശീലങ്ങൾ, ശൈലികൾ,
അവരുടെ കോർപ്പറേറ്റ് രീതികൾ, ഇതിനെയാണ് അയാൾ ആദ്യാവസാനം ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും CPM-ൻ്റെ അണികൾക്കിടയിൽ വലിയ തോതിൽ അനുകൂല പ്രതികരണം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ UDF-ൻ്റെ വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി തന്നെ അയാൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. കുറച്ചൊക്കെ മുസ്ലിം വോട്ടുകൾ ഈ സലാം ആയതുകൊണ്ട് പോകും എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയും കുറഞ്ഞു വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു പരിധി വരെ വോട്ട് മാത്രമേ ആ കണക്കിന് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും LDF-ന് ചെയ്യില്ല. കാരണം മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കലിപ്പ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വർഗീയ പ്രസ്താവനയ്ക്ക് വെള്ളാപ്പള്ളി നടേശന് എല്ലാ പിന്തുണയും കൊടുത്തത് പിണറായി വിജയനാണെന്ന് അറിയാം. അപ്പോൾ പിണറായി വിജയന് മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ട് വെള്ളാപ്പള്ളി നടേശനാണ് കിട്ടുക എന്നുള്ളത് അറിയാം. അതുകൊണ്ട് മുസ്ലിങ്ങളും വോട്ട് ചെയ്യില്ല. പിന്നെ ഭൂരിപക്ഷ സമുദായമായതുകൊണ്ട് അവരുടെ വോട്ടും പൊതുവിലുള്ള ജനകീയ അംഗീകാരത്തിൻ്റെ വോട്ടും CPM-കാരുടെ വോട്ടും UDF-ൻ്റെ വോട്ടും ഭരണവിരുദ്ധതയുടെ വോട്ടും പിണറായി വിരുദ്ധതയുടെ വോട്ടും ഒക്കെ നോക്കുമ്പോൾ സുധാകരൻ ഇവിടുന്ന് ജയിക്കുക മാത്രമല്ല സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് സുധാകരൻ ജയിക്കുന്ന ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാം. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 CPM വിമതന്മാർ അടുത്ത നിയമസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഈ 3 മണ്ഡലങ്ങളിലെയും അടിത്തട്ടിലുള്ള വോട്ടിൽ വന്നിട്ടുള്ള ഈ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും മുമ്പ് ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ തളിപ്പറമ്പിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ്റെയും പിന്തുണ. അമ്പലപ്പുഴയിൽ സുധാകരനും അതുപോലെ തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പോറ്റിയുടെ അവർ പാർട്ടി വിട്ട് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും അതിൻ്റെ എതിർഭാഗത്ത് ബാലഗോപാൽ വരുന്നതും അവിടെയും കൊട്ടാരക്കരയും ഐഷ പോറ്റിക്ക് വിജയസാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി CPM-ൽ നിന്ന് പുറത്തുപോയി മത്സരിക്കുന്ന ഒരു 4 പേർ ഈ നിയമസഭയിലേക്ക് എത്തും എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം.